ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് DS ഇറേ. പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് DS ഇറേ. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 5 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യും. ഇത് ഒരു മലയാളം മൂവിയാണ്. ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് നേടിയിരിക്കുന്നത്. ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു മലയാളം മൂവിയാണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസാണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഷംല ഹംസയെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തൊരു ഫാമിലി മൂവിയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഏറ്റവും നല്ല നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച മൂവി കൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമ. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു മലയാളം മൂവിയാണ് ദ കേസ് ഡയറി. AK സന്തോഷിന്റെ രചനയിൽ ദിലീപ് നാരായണൻ സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ദ കേസ് ഡയറി. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം മൂവിയാണ് ലവ് FM. ബോബൻ ആലമുടൻ, മാളവിക മേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീദേവ് സംവിധാനം ചെയ്തൊരു റൊമാൻസ് കോമഡി മൂവിയാണ് ലവ് FM. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് എൽ. വിഷ്ണു, അമൃത മേനോൻ, സന്ധ്യ മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷോജി സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് എൽ. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അഷ്കർ സൗദാൻ, ഷഹീൻ സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫാമിലി ത്രില്ലർ ചിത്രമാണ് ബെസ്റ്റി. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. അൽതാഫ് സലീം, സക്രിയ മുഹമ്മദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷമീം മൊയ്തീൻ സംവിധാനം ചെയ്തൊരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. സൈനാപ്ലേ ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത് റിലീസ് ഉണ്ടാവും. അടുത്തൊരു ദക്ഷിണ കൊറിയൻ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. ഒരു ദക്ഷിണ കൊറിയൻ സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. ഡിസംബർ 19 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു മലയാളം മൂവിയാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മെരിക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് ഇന്നസെന്റ്. ഇതിന്റെ OTT റൈറ്റ്സ് മനോരമ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂവി ഡിസംബറോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് കാന്ത. ദുൽഖർ സൽമാനെ കേന്ദ്ര കഥാപാത്രമാക്കി സെൽവമണി സെൽവരാജ് രചന സംവിധാനം നിർവഹിച്ചൊരു ത്രില്ലർ ചിത്രമാണ് കാന്ത. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഡിസംബർ പകുതിയോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ് മാടൻ കൊടൈവിഴ. സൂര്യനാരായണൻ, ശ്രീപ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി R. തങ്കപാണ്ഡ്യ രചനയും സംവിധാനം നിർവഹിച്ചൊരു ത്രില്ലർ മൂവിയാണ് മാടൻ കൊടൈവിഴ. OTT പ്ലാറ്റ്ഫോമായ പ്ലക്സിലൂടെ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ബംഗാളി മൂവിയാണ് രക്ത ബീച്ച് 2. ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് രക്ത ബീച്ച് 2. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു വെബ് സീരീസ് ആണ് റഗായ്. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് റഗായ്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്യും നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളം മൂവിയാണ് ഇല്ലൻഡ്. ആൽഡിൻ തമ്പാൻ, ശ്രീരംഗ് ഷൈൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീജിത്ത് ലാൽ രചനയും സംവിധാനം നിർവഹിച്ചൊരു മൂവിയാണ് ഇല്ലൻഡ്. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് ഫാർ. പ്രവീൺ പീറ്റർ രചനയും സംവിധാനം നിർവഹിച്ചൊരു മൂവിയാണ് ഫാർ. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ഗാർഡിയൻ ഏഞ്ചൽ. ജോൺ അലക്സാണ്ടർ, ശോഭിക ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സർജൻ സാജു S. ദാസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഗാർഡിയൻ ഏഞ്ചൽ. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദേശ്പാണ്ഡെ. മാധുരി ദീക്ഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേഷ് കുക്നൂർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസ് ആണ് ദേശ്പാണ്ഡെ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡിസംബർ 19 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വേക്കപ്പ് ഡെഡ് മാൻ. റിയാൻ ജോൺസൺ രചനയും സംവിധാനം നിർവഹിച്ചൊരു അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് വേക്കപ്പ് ഡെഡ് മാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 12 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തമിഴ് മൂവിയാണ് ആര്യൻ. വിഷ്ണു വിശാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രവീൺ K. സംവിധാനം ചെയ്തൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ് ആര്യൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് മൂവിയാണ് സ്റ്റീഫൻ. ഗോമതി ശങ്കർ, സ്മൃതി വെങ്കട്ട് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ് സ്റ്റീഫൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 5 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും.
അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് സിംഗിൾ പപ്പ. ഫാമിലി കോമഡി സീരീസാണ് സിംഗിൾ പപ്പ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 12 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് റിയൽ കാശ്മീർ ഫുട്ബോൾ ക്ലബ്. മുഹമ്മദ് സീഷാൻ അയൂബ്, മാനവ് കോൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഒരു നടൻ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഡിസംബർ 9 മുതൽ സോണി ലിവിലൂടെ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട്. രാഹുൽ രവീന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് രശ്മിക മന്ദാന, ദീക്ഷിത് ഷെട്ടി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻസ് ഡ്രാമ മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 11 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഇംഗ്ലീഷ് മൂവിയാണ് ദ ബ്ലേഡ് കട്ട്സ് ഡീപ്പർ. ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ദ ബ്ലേഡ് കട്ട്സ് ഡീപ്പർ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.